പൂമുത്തോളെ നീരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി ആരിരാരം വിടരല്ലേ മണിമുത്തേ കൺമണി മാറത്തുറക്കാനിന്നോളം വേലാടിക്കൊണ്ടടി. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ തമ്പനയിൽ കണ്ട മാതിരി ഒരു ഐഫോൺ അൺബോക്സിങ് അപാരതയാണ് ഇന്നത്തെ വീഡിയോയിൽ. നമ്മുടെ കയ്യിൽ ഒരു പുതിയൊരു ഐഫോൺ 12 Pro Max ഉണ്ട്. അപ്പോൾ അത് ഇന്ന് ഒന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. കണ്ടില്ലേ, നമ്മൾ കുറച്ച് ദിവസം കാത്തിരുന്നിട്ടാണ് നമ്മുടെ കയ്യിൽ ഈ ഐഫോൺ 12 Pro Max കിട്ടിയത്. ഇത് എൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പറയാം. നല്ല അടിപൊളി പാക്കിങ്, നല്ല വെയിറ്റ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ അൺബോക്സിങ് ഞാൻ മാത്രമല്ല കേട്ടോ, നമ്മൾ കുറച്ച് ചങ്ക്സ് ഉണ്ട്, അതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഇത് അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഷെമീർ വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ടെക്നോളജി വീഡിയോ ആണ്, ഐഫോൺ 12 Pro Maxൻ്റെ അൺബോക്സിങ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നമ്മുടെ ചങ്ക്സുമായിട്ട് നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ എന്താ നമ്മൾ അറിയണ്ടേ? ഓക്കെ, പക്കവട, നല്ല ചായ, പുറത്ത് മഴയുണ്ട്, ജോൺസൺ മാഷിൻ്റെ പാട്ടും. അപ്പോൾ നമ്മൾ ഇത്ര സംഭവങ്ങളോട് കൂടിയിട്ടാണ് നമ്മുടെ ഐഫോൺ 12 Pro Max അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ അൺബോക്സിലേക്ക് എടുക്കാം. പക്കവട സൂപ്പർ കേട്ടോ. അപ്പോൾ നമ്മുടെ ഐഫോൺ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇത്ര ആളുകൾ ചേർന്നിട്ടായിരിക്കും. ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും ആളുകൾ ചേർന്നിട്ട് ഒരു ഐഫോൺ അൺബോക്സ് ചെയ്യുന്നല്ലേ. അപ്പോൾ അൺബോക്സ് ചെയ്യുന്ന ആരൊക്കെയാണ് നോക്ക്. ആരൊക്കെയാണ് അൺബോക്സ് ചെയ്യുന്നത്? പറയൂ, പേര് പറയൂ. എൻ്റെ പേര് അയാസ്. ആയിഷ എന്നാണ്? ആയിഷ. ആ, പിന്നെതാ നമ്മുടെ ഷാഫി മക്താത്തി ഉണ്ട്, നമ്മുടെ ഷഫ്നാസ്. അവർ ഞങ്ങളെല്ലാം ചേർന്നിട്ടാണ് ആദ്യമായിട്ടൊരു അൺബോക്സിങ് അപാരത. ഓക്കെ, ഇതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ അല്ലേ. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ ഫോണ്. ഇത് ആരുടെ ഫോണ്? ആ, ഇതാ നമ്മുടെ എന്തിനാ നിനക്ക് വേണ്ടി മേടിച്ചല്ലേ? ഗെയിം കളിക്കാൻ വേണ്ടി മേടിച്ചാണോ ഈ ഫോൺ? ഇല്ല, നിനക്ക് ഗെയിം കളിക്കാൻ വേണ്ടി പപ്പ മേടിച്ചാന്ന് പറഞ്ഞേ. ഓക്കെ, അപ്പോൾ നിന്റെ ഫോണാണത് അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഫോൺ നമുക്ക് അൺബോക്സ് ചെയ്ത് വെക്കാം. ഇത് മേടിച്ചത് ലുലു എന്നാണല്ലേ? അല്ല, ലുലു എന്നല്ല മേടിച്ചത്, ലുലു ആണ്. ഈ ഫോൺ 256 GB ഫോണാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കുറേ ദിവസമായി അന്വേഷിച്ചെടുക്കുന്നത്, ഈ ഫോൺ മേടിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നത്. അപ്പോൾ മേടിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അല്ലേ, നല്ല ഫോൺ തന്നെ മേടിച്ചു. 256 GB ഒരു 12 Pro Max തന്നെ മേടിച്ചു. ബ്ലൂ ആണ്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്നു വെക്കാം. നിങ്ങൾ ഓൾറെഡി പല അൺബോക്സിങ് കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു അൺബോക്സിങ് അപാരത എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ചായ കുടിച്ച് പതിയെ ഇരുന്നിട്ട് നമ്മുടെ ചങ്ക്സിൻ്റെ ഒപ്പം അൺബോക്സ് ചെയ്യുകയാണല്ലേ. ഒരു പാട്ട് പാടോ അങ്കിളിന്? പാട്ട് പാടില്ല. നഴ്സറി സ്കൂളിൽ പോയി തുടങ്ങിയിട്ടുള്ളൂ. പോയിട്ടുണ്ടോ? സ്കൂളിൽ പോകുന്നുണ്ടോ? ഇല്ല. നീ പോകുന്നുണ്ടല്ലേ? ആ, 1ാം ക്ലാസ്. ഓൺലൈനിലല്ലേ ക്ലാസ്? ഓക്കെ. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാമല്ലേ. കൈ കിട്ടി, ചൂടാറിയിട്ടില്ല. ഇതങ്ങോട്ട് പൊളിച്ചാൽ നമ്മൾ ഇതങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണല്ലേ. പൊളിച്ച് നോക്കിയാലോ എന്നാ? യെസ്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഓക്കെ, കവറൊക്കെ പൊളിച്ചു. അപ്പോൾ നമ്മുടെ സാധനം എന്താ, ഇവനാണ് സംഭവം. ഉണ്ടല്ലേ? നമുക്കിത് തുറന്നു നോക്കിയാൽ 12 Pro Max ഓപ്പൺ ചെയ്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫോണ് പസഫിക് ബ്ലൂ ആണ് നമ്മൾ മേടിച്ചത്. ഈ ഒരു ഫോൺ മേടിച്ചത് ലുലുവിൽ നിന്നാണ്. ലുലുവിൽ നമ്മൾ മേടിക്കാൻ നേരത്ത് ഒരു 440 KD സംതിങ് ആയിട്ടുണ്ട് ഈ ഫോണ്. അപ്പോൾ നമുക്ക് മേടിച്ചപ്പോൾ നേരത്തെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ ഫോണിൻ്റെ കൂടെ ചാർജറില്ല, അതുപോലെ തന്നെ എയർപോഡില്ല. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ചാർജർ നമ്മൾ സെപ്പറേറ്റ്, അഡാപ്റ്റർ നമ്മൾ സെപ്പറേറ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫോൺ നമുക്കൊന്ന് ഇതാണ് ഇതിൻ്റെ സംഭവം. നമ്മൾ മേടിച്ച് 256 GB ആണ്. ഇതാണ് മോനെ സംഭവം. നമ്മളിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഓണാക്കിയതാണ് കേട്ടോ. ഓണാക്കി നോക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാക്കിൽ വരുന്നത് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സംഭവം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ചാർജിങ് കേബിൾ ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു സംഭവം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അവരിത് വെച്ചിരിക്കുന്നത്. കാരണം ഇത് സിമ്മൊക്കെ എടുക്കാനുള്ള പിന്നാണ്. പക്ഷേ അവർ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് പകരം എന്താണ്, ചാർജറില്ല, എയർപോഡില്ല. ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് കാശ് കൊടുത്ത് മേടിക്കുന്നത്. ഇത്രയും ക്യാഷ് കൊടുത്തിട്ട് 440 KD കൊടുത്ത് മേടിച്ചിട്ട് വീണ്ടും ഈ ചാർജറും അഡാപ്റ്ററും അതുപോലെ തന്നെ എയർപോഡൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് കടന്ന് കൈയാണെന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ സംഭവം ഇതാണ് സംഭവം. ഇതിൻ്റെ കണ്ടില്ലേ, നല്ല ഫിനിഷിംഗ് ആണ്, നല്ല കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഇതിൻ്റെ ഈ എഡ്ജൊക്കെ എന്ന് പറഞ്ഞാൽ
സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിൻ്റെ ഈ ഒരു എഡ്ജ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വെയിറ്റ് ഉണ്ടല്ലോ, ഇതിപ്പോൾ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് 228 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. 6.7 ഇഞ്ചാണ് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ഗ്ലാസും അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് ഗ്ലാസും ഗൊറില്ല ഗ്ലാസ്സാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഉള്ളത്. ബാക്കി നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ തന്നെയുള്ള ഇത് കൂടുതൽ സ്പെസിഫിക്കേഷൻ ഞാൻ പറയുന്നില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ എല്ലാം തന്നെ. നമ്മൾ കുറേ അന്വേഷിച്ചിട്ടല്ല, നമ്മളിപ്പോൾ ലുലു പോയിട്ട് ആണ് മേടിച്ചത്. ഇത് ഈ 256 GB കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി പാടുപെട്ടു. പിന്നെ ഉള്ള പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഐഫോൺ മേടിക്കുമ്പോൾ ഐഫോൺ കൺസൾട്ടൻറ്റിൻ്റെ അടുത്ത് ചോദിക്കുക. കാരണം നമുക്ക് എല്ലായിടത്തു നിന്നും മേടിക്കുമ്പോൾ അത്രയും വിശ്വസിച്ച് മേടിക്കാൻ പറ്റില്ല സംഭവങ്ങളൊന്നും. അപ്പോൾ ഇതിൻ്റെ സെയിം മോഡലൊക്കെ പല സ്ഥലത്തു നിന്നും കിട്ടാനുണ്ട്. ഇതിൻ്റെ വ്യാജൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഐഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും വില കൊടുത്ത് മേടിക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ കൺസൾട്ടൻ്റ് ഒക്കെ അടുത്ത് ചോദിച്ചിട്ട് എവിടെയാണ് നല്ല സാധനം കിട്ടുക എന്നൊക്കെ അന്വേഷിച്ചിട്ടൊക്കെ ഒന്ന് മേടിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൺസൾട്ട് ചെയ്യുക അവരായിട്ട്, എന്നാലും സാധനം മേടിക്കുക. അപ്പോൾ ബാക്കിയുള്ള സ്പെസിഫിക്കേഷനൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കണമെന്നില്ല. കാര്യം എല്ലാവരും ഓൾറെഡി നിങ്ങൾ iPhone 12 ഈ വിശേഷങ്ങളെല്ലാം ഒരുപാട് നമ്മൾ അൺബോക്സിങ്ങിൽ കണ്ടതാണ്. അപ്പോൾ ഒരു സന്തോഷത്തിൽ ഇത് നമ്മളിന്ന് അൺബോക്സ് ചെയ്തു ഇവിടെ വെച്ചിട്ട് ഈ ഒരു ഫോൺ അല്ല നമ്മുടെ ഇവർ ഗെയിം കളിക്കാൻ വേണ്ടി മേടിച്ചല്ല കേട്ടോ, അത് പപ്പയ്ക്ക് വേണ്ടി മേടിച്ച ഫോണാണ് കേട്ടോ. നമ്മൾ അല്ലേ നമുക്ക് അവസാനിപ്പിക്കുകയല്ലേ? ഓക്കെ അല്ലേ? ഇഷ്ടമായില്ലേ വീഡിയോ? അൺബോക്സിങ് ഇഷ്ടമായില്ലേ? ഓക്കെ, എല്ലാം ഓക്കെ ആയിട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അപ്പോൾ നല്ല നല്ല വീഡിയോസ്, കിടുക്കൻ വീഡിയോസ് വരുന്നുണ്ട്. കോയത്തിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസാണ് എൻ്റെ ചാനൽ കൂടുതൽ വരുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീണ്ടും കാണാൻ അതുവരേക്കും ഗുഡ് ബൈ. ഓക്കെ, സീ യു.